നമ്മുടെ മനസ്സിൽ നമുക്ക് ആഗ്രഹമുള്ള ഒരു ജീവിതം. പക്ഷേ നമ്മൾ ഇന്ന് ജീവിക്കുന്ന നമ്മുടെ ജീവിതം, നമ്മുടെ മനസ്സിൽ നമുക്ക് ആഗ്രഹമുള്ള നമ്മുടെ പേഴ്സണാലിറ്റി, പക്ഷേ ഇന്ന് നമ്മൾ എവിടെ നിൽക്കുന്നു? ഈ ഒരു ക്രൈസിസ് ആണ് നമ്മളെ എല്ലാവരെയും ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നത്. നമുക്ക് തോന്നും നമുക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം നമ്മൾ നഷ്ടപ്പെടുത്തി, നമ്മൾ ഒരിടത്തും എത്തിയിട്ടില്ല. ശരിയാണ്, നമുക്ക് ആഗ്രഹമുണ്ട് ലൈഫ് ചേഞ്ച് ചെയ്യണം, ലൈഫ് ബിൽഡ് ചെയ്യണമെന്നൊക്കെ. പക്ഷെ നടക്കുന്നില്ല. നമ്മൾ പല പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്, ഓരോ പ്രാവശ്യവും വീണു പോയിട്ടുണ്ട്. ഓരോ പ്രാവശ്യവും ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോവുകയാണ്. പഴയ ഹാബിറ്റ്സ്, ആ പഴയ ലേസിനെസ് എല്ലാം വീണ്ടും വീണ്ടും കയറി വരുന്നു. നമ്മൾ ശരിക്കും മടുത്തുപോയ ഒരവസ്ഥ. നമ്മുടെ മനസ്സും മടുത്തു, നമ്മുടെ ശരീരം മടുത്തു, നമുക്കൊട്ടും എനർജി ഫീൽ ചെയ്യുന്നില്ല. വി ഫീൽ ലൈക്ക് വി ആർ അറ്റ് സീറോ. പക്ഷേ നമ്മൾ ഇത് മനസ്സിലാക്കണം, എവറി ഡേ ഈസ് എ ന്യൂ ഓപ്പർച്യൂണിറ്റി. എവറി മൊമെന്റ് യു ലീവ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ കഥ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അതങ്ങ് മാറ്റുക. കാരണം ഈ കഥയുടെ പേന നമ്മുടെ കയ്യിലാണ്, ഈ കഥയുടെ എഴുത്തുകാരൻ നമ്മളാണ്. എങ്ങനെ മാറ്റും? നമ്മൾ ആദ്യം തീരുമാനങ്ങൾ എടുത്തു തുടങ്ങണം. നമ്മുടെ കൂടെ തന്നെ അല്പസമയം ചെലവഴിക്കണം. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഒന്ന് ചിന്തിക്കണം. എനിക്ക് ജീവിതത്തിൽ എന്താണ് ചെയ്യേണ്ടത്? എന്തുകൊണ്ടാണ് ഞാനത് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? എവിടെയാണ് ഞാൻ പിന്നോട്ട് വീണു പോകുന്നത്? ടേക്ക് ദി ഡിസിഷൻ ടു ചേഞ്ച്. മാറാനുള്ള ഒരു ശക്തമായ തീരുമാനത്തിൽ നിന്നാണ്, ആ ഒരു സ്ട്രോങ് ഡിസിഷനിൽ നിന്നാണ് എല്ലാ മാറ്റങ്ങളും തുടങ്ങുന്നത്. ഏതെങ്കിലും ഒരു ഫേമസ് പേഴ്സണാലിറ്റിനെ, ഒരു ഗ്രേറ്റ് പേഴ്സണെ കാണുമ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, അദ്ദേഹം എടുത്ത ഒരു തീരുമാനമുണ്ട്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളാണ് അദ്ദേഹത്തിനെ അവിടെ എത്തിച്ചത്. ഹി മെയ്ഡ് എ കറേജിയസ് ഡിസിഷൻ ഓർ ഷീ മെയ്ഡ് എ കറേജിയസ് ഡിസിഷൻ. നമ്മളൊരു ഓട്ടമത്സരം തുടങ്ങുമ്പോൾ ഉള്ള തുടക്കത്തിലെ കുതിപ്പ് പോലെയാണ് നമ്മുടെ തീരുമാനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ ഇന്നെടുക്കുന്ന ഒരു തീരുമാനം ചിലപ്പോൾ നമ്മുടെ ജീവിതം മുഴുവനെയും മാറ്റിയേക്കാം. ദാറ്റ് ഈസ് ദി പവർ ഓഫ് ഡിസിഷൻസ്. ഇനി നമ്മൾ ഹാബിറ്റ്സിലേക്ക് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പിറകോട്ട് വലിക്കുന്ന ഒരു കാര്യമാണ് ബാഡ് ഹാബിറ്റ്സ് അല്ലെങ്കിൽ ചീത്ത ഹാബിറ്റ്സ്. അത് മാറ്റാനായി നോക്കുക. ബിൽഡ് ന്യൂ വൺസ്. ഡേ ആഫ്റ്റർ ഡേ നമ്മളെ പണിതുയർത്തുന്നത് നമ്മുടെ ഹാബിറ്റ്സുകളാണ്. നമ്മുടെ സമയം നഷ്ടപ്പെടുത്തുന്ന ഹാബിറ്റ്സ് ഏതാണ്? നമ്മുടെ ഹാപ്പിനെസ്സും നമ്മുടെ എനർജിയും കളയുന്ന ഹാബിറ്റ്സ് ഏതാണ്? നമ്മുടെ സ്വപ്നങ്ങളിൽ നമ്മളെ മാറ്റി കളയുന്ന ഹാബിറ്റ്സ് ഏതാണ്? അത് മാറ്റാനായിട്ട് ലൈഫിൽ ഒരു തീരുമാനമെടുക്കുക. അത് കണ്ടെത്താനായിട്ട് സമയം ചെലവഴിക്കുക. സ്വയം പഠിക്കുക. നോ യുവർ സെൽഫ്. അവിടെയാണ് മാറ്റങ്ങൾ തുടങ്ങുന്നത്. ഇനി പഴയ ഹാബിറ്റ്സിലേക്ക് പോകാനുള്ള ടെംപ്റ്റേഷൻസ് ഒഴിവാക്കുക. നമ്മുടെ വിൽ പവറിനുള്ള എനർജി കുറവാണ്. ആ എനർജി ഏറ്റവും വേണ്ടിടത്ത് മാത്രം ഇടുക. ഒരു കാര്യം ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് അത് മാറ്റി നിർത്തുക. നമുക്ക് പഴയ ഹാബിറ്റ്സിലേക്ക് പോകേണ്ട എന്ന് മനസ്സിൽ ഉറപ്പിക്കുക. ഇനി നല്ല ഹാബിറ്റ്സ് പതുക്കെ ബിൽഡ് ചെയ്ത് തുടങ്ങുക. നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ബെഡ്ഷീറ്റ് നേരെയാക്കി വെക്കുന്നത് പോലുള്ള ചെറിയ ഹാബിറ്റ്സ് ആകാം, പക്ഷേ ഇതൊരു വലിയ ചേഞ്ച് ഉണ്ടാക്കും. ഇത് നമ്മുടെ ഐഡന്റിറ്റിയിലാണ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. ഇങ്ങനെ ഒരു ചെറിയ കാര്യം ചെയ്യുമ്പോൾ പോലും നമ്മുടെ ബ്രെയിനിലേക്ക് നമ്മൾ ഒരു മെസ്സേജ് വിടുകയാണ്. നമ്മൾ കുറച്ചുകൂടി ഓർഡേർഡ് ആവാൻ ആഗ്രഹിക്കുന്നു, നമ്മൾ ഒരു ചേഞ്ച് ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നു, നമ്മളൊരു ഡിസിപ്ലിനിലേക്ക് കയറാനായിട്ട് ആഗ്രഹിക്കുന്നു. ദാറ്റ് ഈസ് ഹൗ ഹാബിറ്റ്സ് വർക്ക്. നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും നമ്മുടെ ബ്രെയിനിലേക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഞാൻ എന്താഗ്രഹിക്കുന്നു, ഞാൻ എവിടെ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നു എന്ന്. സ്റ്റാർട്ട് ബിൽഡിംഗ് ഗുഡ് ഹാബിറ്റ്സ്. ഇനി നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കേണ്ടത് ഒരു കാര്യമാണ്, മൊബൈൽ ഫോൺ. ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ വില്ലൻ ഡിസ്ട്രാക്ഷൻ ആണ്. നമ്മുടെ ഫോക്കസ് എടുത്തു കളയുന്നതിൽ ഏറ്റവും വലിയ റോൾ നമ്മുടെ മൊബൈൽ ഫോൺസ് തന്നെയാണ്. നമുക്ക് അലസത തോന്നിയോ? നമുക്ക് ഉറക്കം വരുന്നുണ്ടോ? നമ്മൾ ഡിസ്റ്റർബ്ഡ് ആണോ? എല്ലാത്തിനും നമുക്ക് ഒരേ ഒരു ആശ്രയമാണ്, അത് നമ്മുടെ മൊബൈൽ ഫോൺ ആണ്. ഇറ്റ് ഹാസ് ബിക്കം അവർ ഗോ ടു തിങ്. വെറുതെ മണിക്കൂറുകൾ മൊബൈലിൽ ചെലവഴിക്കുന്നത് നിർത്തുക. മൊബൈൽ ഫോൺ മാറ്റിവെച്ച് നമുക്ക് സ്വയം വർക്ക് ചെയ്യാനായിട്ട് ഒരു സ്പേസ് ഉണ്ടാക്കുക. അതിനെ നന്നായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. ഒരു ടൈം സ്ലോട്ട് വെച്ച് ആ സമയത്ത് മാത്രം ഉപയോഗിക്കാനായിട്ട് പഠിക്കുക. ദിസ് ഈസ് ദി ന്യൂ ഡ്രഗ്. അതൊരു ഡ്രഗ് തന്നെയായിട്ടാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഈ മാറ്റങ്ങളിലേക്ക് എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങാൻ തുടങ്ങുമ്പോൾ വി വിൽ ഫീൽ അൺകംഫർട്ടബിൾ. നമുക്ക് ഒരുപാട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. കാരണം ഇതുവരെ നമ്മൾ ശീലിച്ചിട്ടുള്ള ഒരു കാര്യമല്ല. ഒരു ബഹളം കാണും. എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നതിന് മുമ്പ് ഇറ്റ് ഫീൽ ഡിഫിക്കൾട്ട്. ഇറ്റ്സ് ഓക്കെ. ഇറ്റ് ഫീൽ ഡിസ്റ്റർബിംഗ്. ഇറ്റ്സ് ഓക്കെ. പക്ഷെ മുന്നോട്ട് പോകണം. കാരണം നമ്മുടെ കംഫർട്ട് സോണിന് പുറത്ത് നമ്മൾ ഇറങ്ങാൻ തുടങ്ങിയതിന്റെ ബുദ്ധിമുട്ടുകളാണ്. ബട്ട് ഔട്ട്സൈഡ് യുവർ കംഫർട്ട് സോൺ യുവർ റിയൽ ലൈഫ് ബിഗിൻസ്. ഇന്നൊരു തീരുമാനമെടുത്താൽ നമ്മുടെ ജീവിതം മാറും. സോ സ്റ്റാർട്ട് ചേഞ്ചിങ് വൺസ് യു ടേക്ക് ദ ഡിസിഷൻ. സ്റ്റാൻഡ് ബൈ ഇറ്റ്. ദിസ് ഈസ് യുവർ സ്റ്റോറി. റൈറ്റ് ഇറ്റ് വെൽ. വോക്കൽ മോട്ടിവ്.